നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ അങ്ങനെ 13 കോഴ്സുകൾക്ക് ചേരാനുള്ള അവസാന അവസരം സ്ട്രേ വേക്കൻസി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ അഗ്രികൾച്ചറിൻ്റെ 4 കോളേജുകളിലും വെറ്റിനറിയുടെ 2 കോളേജുകളിലും ആയുർവേദം, ഹോമിയോ ഉൾപ്പെടെയുള്ള കോളേജുകളുടെയും 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഒഴിവുള്ള സീറ്റുകളാണ് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ നിലവിൽ ഫില്ല് ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് അഡ്മിഷൻ എടുത്ത് ആ കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയില്ല. അതോടൊപ്പം തന്നെ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ 3ാം ഘട്ട അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് എടുത്ത് അവിടെ പഠിത്തം തുടരുന്ന വിദ്യാർത്ഥികൾക്കും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. കാരണം ആ കോളേജിൽ നിന്നും ഇനി TC മേടിച്ച് നമുക്ക് ഈ അലൈഡ് കോഴ്സിലേക്ക് ചേരാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കുകയും നിലവിൽ യാതൊരുവിധ അലോട്ട്മെൻറ്റുകളും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത പുതിയ വിദ്യാർത്ഥികൾക്കുമൊക്കെയാണ് ഈ 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ അഗ്രികൾച്ചർ, വെറ്റിനറി പോലുള്ള കോഴ്സുകൾക്ക് ചേരാനുള്ള സാധ്യത. നിലവിൽ 3 അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വന്നിരിക്കുന്ന ഓരോ കോളേജിലെയും ഓരോ കോഴ്സുകളുടെയും കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യഘട്ടങ്ങളിൽ അഗ്രികൾച്ചർ, വെറ്റിനറിയുടെ അലൈഡ് കോഴ്സിൽ പങ്കെടുത്തവരും ഈ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കണമെങ്കിൽ പുതിയതായി അവരുടെ ഓപ്ഷനുകൾ സമർപ്പിക്കണം. ഈ അലോട്ട്മെൻറ്റ് അവസാന ഘട്ടമാവുന്നതിനാൽ മറ്റൊരാളുടെ സീറ്റ് നമ്മളായിട്ട് നഷ്ടപ്പെടുത്താത്ത സാഹചര്യം ഉണ്ടാക്കുവാനായി ദയവായി പോകുന്ന കോളേജുകളും കോഴ്സുകളും മാത്രമേ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്താവുള്ളൂ. ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സീറ്റ് ഫില്ലിങ് സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ദയവായിട്ട് കൃത്യമായി പഠിച്ച് ആ കോളേജും ആ കോഴ്സും താല്പര്യമാണെങ്കിൽ മാത്രം അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയും അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം കൃത്യമായും അവിടെ ചേർന്ന് പഠനം തുടരുകയും ചെയ്യുക. നീറ്റ് 2025 സ്കോറിനനുസരിച്ച് കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒഴിവാക്കുക. കീം 2025 ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന വിൻഡോ വഴി പുതിയതായി നമുക്ക് വേക്കൻസിയുള്ള എല്ലാ കോളേജുകളും കോഴ്സുകളും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാനും അതുവഴി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കും. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ അവസാനഘട്ട സ്ട്രേ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പുതിയതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലും ചിലർ അഗ്രികൾച്ചർ മാത്രമേ വെച്ചുള്ളൂ, അല്ലെ വെറ്റിനറി മാത്രമേ വെച്ചുള്ളൂ എങ്കിൽ ഈ സ്ട്രേ വേക്കൻസിയിൽ നമ്മൾ എല്ലാവരും പുതിയതായിട്ട് ഓപ്ഷനുകൾ വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പങ്കെടുക്കാത്തവർക്കും അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഒക്കെ ഏത് ഓപ്ഷനുകൾ വേണമെങ്കിലും പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. ആയുഷ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% താഴെയുള്ള വിദ്യാർത്ഥികൾക്കും പുതിയതായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് പുതിയതായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ആയുഷ് കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. മുൻ അലോട്ട്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ഒരു മെഡിക്കൽ കോഴ്സിൽ പ്രവേശനം നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാക്സിമം ഓപ്ഷനുകൾ ഈ അലോട്ട്മെൻറ്റിൽ വെക്കണം. ഇനി ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഘട്ടത്തിൽ സമർപ്പിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇനി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനോ ഒരു അലോട്ട്മെൻറ്റിനോ കേരള എൻട്രൻസ് കമ്മീഷണർ മുതിരുകയില്ല. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് വെക്കുക. നിർബന്ധമായും പോകാവുന്ന കോളേജുകളും കോഴ്സുകളും മാത്രമേ നിങ്ങൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാവുള്ളൂ. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ: 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലൈഡ് കോഴ്സിൻ്റെ ഒരു കോളേജിൽ പ്രവേശനം എടുത്ത വിദ്യാർത്ഥികളെ, അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് അലോട്ടഡ് ആയിട്ട് ജോയിൻ ചെയ്യാത്തവരെയും ഇനി മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പരിഗണിക്കുകയില്ല. അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സിൽ 13 കോഴ്സുകളിൽ ഏതാണെങ്കിൽ പോലും
ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ആ കോളേജിൽ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സ്റ്റേ വേക്കൻസിയിൽ പരിഗണിക്കുകയില്ല. അതുപോലെ ആയുഷ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയും ആയുർവേദത്തിനോ ഹോമിയോയ്ക്കൊക്കെ ഓൾ ഇന്ത്യ വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല. സ്റ്റേ വേക്കൻസിയിലൂടെ ഒരു കോളേജ് അലോട്ടഡ് ആവുകയും അവിടെ ചേർന്നതിന് ശേഷം മറ്റൊരു കോഴ്സിനായിട്ടോ കോളേജിനായിട്ടോ യാതൊരു തരത്തിലുള്ള മാറ്റവും പരിഗണിക്കുകയുമില്ല. 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ അനാവശ്യമായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുവാനായി ഈ ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിലും റിസർവേഷൻ വിഭാഗത്തിലുമൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് 5000 രൂപയും OEC SC ST വിഭാഗത്തിന് 500 രൂപയുമായിരിക്കും സ്റ്റേ വേക്കൻസി രജിസ്ട്രേഷൻ ഫീസ്. സ്റ്റേ വേക്കൻസി രജിസ്ട്രേഷൻ ഫോമിൽ ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് 5000 അടച്ചവരെ മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം അടക്കം ഏത് കോഴ്സിന് പ്രവേശനം ലഭിച്ചാലും ഈ രജിസ്ട്രേഷൻ ഫീസ് 5000 ട്യൂഷൻ ഫീസിൽ ഉൾപ്പെടുത്തുകയും ബാക്കിയുള്ള തുക മാത്രം നിങ്ങൾ കോളേജുകളിൽ അടച്ചാൽ മതിയാകും. ആദ്യഘട്ടത്തിൽ അടച്ച 5000 രൂപ അടുത്ത ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് നൽകുന്നതുമായിരിക്കും. സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുകയും ഒരു കോളേജ് അലോട്ടഡ് ആവുകയും ഏതെങ്കിലും ഒരു കാരണവശാൽ ആ സീറ്റിൽ പ്രവേശനം നേടാത്ത പക്ഷം രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപ പെനാൽറ്റിയായി കണക്കാക്കി തിരികെ ലഭിക്കുന്നതല്ല. ഒരു സീറ്റും ലഭിച്ചില്ല എങ്കിൽ 2026 ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും ഈ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ക്രെഡിറ്റ് ആവുന്നതാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ഡേറ്റ് 10-ാം തീയതി 12:30 PM വരെയാണ്. ഉച്ചയ്ക്ക് 12:30 വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ. അത് ഉച്ച സമയം ആയതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകരുത്, വൈകുന്നേരം വരെ ഇല്ല. 10-ാം തീയതി 12:30 വരെ മാത്രമേ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളൂ. 11-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരികയും നവംബർ 12-ാം തീയതി ഫൈനൽ സ്റ്റേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കോളേജുകളിൽ 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നേരിട്ട് ചെന്ന് കോളേജുകളിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് പ്രവേശനം ആദ്യഘട്ടങ്ങളിൽ ലഭിച്ചിട്ട് ഒഴിവ് വന്ന, അതായത് സീറ്റ് വിദ്യാർത്ഥികൾ എടുത്തില്ല, അങ്ങനെ ഒഴിവ് വന്ന സീറ്റുകളാണ് ഈ 4ാം ഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ വേക്കൻസികളായിരിക്കും ഈ കാറ്റഗറി അനുസരിച്ച് ഫില്ല് ചെയ്യപ്പെടുന്നത്. അഹില്യ ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട് ആയുർവേദത്തിന് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ 13 സീറ്റുകളാണ് ഒഴിവുള്ളത്. അതുപോലെ തന്നെ അവിടെ വിശ്വകർമ്മ വിഭാഗത്തിൽ 1 സീറ്റ്, അഷ്ടാംഗം ആയുർവേദത്തിന് 16 സീറ്റുകളാണ് സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന് ഒഴിവുള്ളത്. അഗ്രികൾച്ചർ തിരുവനന്തപുരത്ത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 3 സീറ്റുകളും സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുകളും ആണ് ഒഴിവുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറിന് തിരുവനന്തപുരത്ത് 5 സീറ്റുകളാണ് മൊത്തം ഒഴിവുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ 2ഉം BH വിഭാഗത്തിൽ 3ഉം. ബയോടെക്നോളജിക്ക് ഈഴവ കാറ്റഗറിയിൽ 1 സീറ്റും സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റും തിരുവനന്തപുരത്ത് ഒഴിവുള്ളപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റുകൾ, ഈഴവ 1 സീറ്റ്, KU 1, MU 1, സ്പോർട്സ് 1, SC 2 ഇത്രയും സീറ്റുകളാണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് വിഭാഗത്തിൽ തൃശ്ശൂർ ഒഴിവുള്ളത്. അടുത്തതായിട്ട് എറണാകുളത്ത് ഫിഷറീസിന് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1 സീറ്റ്, അഗ്രികൾച്ചർ കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ളത് 1 സീറ്റ്, അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ്, എക്സ് സർവീസ്മാൻ 1 സീറ്റ് എന്നിവ ഒഴിവുണ്ട്. തൃശ്ശൂർ അഗ്രികൾച്ചർ കോളേജിൽ BSc അഗ്രികൾച്ചറിന് സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റും BH കാറ്റഗറിയിൽ 2 സീറ്റും KN കാറ്റഗറിയിൽ 1 സീറ്റും ഒഴിവുകളുണ്ട്. കാസർഗോഡ് അഗ്രികൾച്ചർ കോളേജിൽ 9 സീറ്റുകളാണ് ഒഴിവുകളുള്ളത്. പയ്യന്നൂർ ഫിഷറീസ് ക്യാമ്പസിൽ ധീവര വിഭാഗം 1 സീറ്റ്, CF വിഭാഗം 1 സീറ്റ്, അതുപോലെ തന്നെ EWS 1 സീറ്റ്, ഈഴവ 2 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 4 സീറ്റുകൾ ഒഴിവുകളുണ്ട്. ഫോറസ്ട്രി തൃശ്ശൂർ ധീവര വിഭാഗം 1, MU കാറ്റഗറി 2, സ്റ്റേറ്റ് മെറിറ്റ് 2 സീറ്റുകൾ ഒഴിവുണ്ട്. എൻവയോൺമെൻറ്റ് ആൻഡ് സയൻസിനും ധാരാളം സീറ്റുകൾ ഒഴിവുണ്ട് കാറ്റഗറി അടിസ്ഥാനത്തിൽ. പിന്നെ വയനാട് അഗ്രികൾച്ചർ കോളേജിൽ BH കാറ്റഗറിയിൽ 1, MU കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റുകളാണ് വയനാട് അഗ്രികൾച്ചർ കോളേജിൽ ഒഴിവുകളുള്ളത്. ഹോമിയോയ്ക്കും അതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ കോളേജ്, ആയുർവേദ കോളേജ് പരിയാരം, NSS ആയുർവേദം കോട്ടയം, അതുപോലെ വൈദ്യരത്നം മലപ്പുറം, കോഴിക്കോട് യുനാനി മെഡിക്കൽ കോളേജ്, BHMSന് തിരുവനന്തപുരത്ത്, നങ്ങേലി ആയുർവേദ കോളേജ് സെൽഫ് ഫിനാൻസിങ്, പങ്കജ കസ്തൂരി സെൽഫ് ഫിനാൻസിങ് ആയുർവേദ സീറ്റുകൾ, പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജ്, ശാന്തിഗിരി സിദ്ധ,
ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയുർവേദം, അതുപോലെ വെറ്റിനറിക്ക് തൃശ്ശൂർ SC വിഭാഗത്തിലൊന്നും സ്റ്റേറ്റ് മെറിറ്റിൽ 4 സീറ്റുകളും ഒഴിവുണ്ട്. ആയുർവേദ കോളേജ് എറണാകുളത്ത് 1 സീറ്റാണ് ഒഴിവുള്ളത്. ഗവൺമെൻറ് ആയുർവേദ കോളേജ് എറണാകുളം 3 സീറ്റുകൾ ഒഴിവുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ. തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജിലും സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുകൾ ഒഴിവുണ്ട്. പൂക്കോട് വെറ്റിനറിക്ക് 2 സീറ്റുകൾ, അങ്ങനെ ഏതാണ്ട് 10ൽ കൂടുതൽ സീറ്റുകൾ വെറ്റിനറിക്കും ഈ ഘട്ടത്തിൽ ഒഴിവുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കുക. നീറ്റ് 2025 അറ്റൻഡ് ചെയ്യുകയും കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചേരാൻ താല്പര്യമുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും വിലയേറിയ അലോട്ട്മെൻറ്റാണ് ഈ 4ാം ഘട്ട അലോട്ട്മെൻറ്റ്. കേരള മെഡിക്കൽ റാങ്ക് 10,000, 20,000, 25,000, 30,000 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉള്ളവർക്കും വിവിധ സീറ്റുകൾ അവരുടെ കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ അലോട്ട്മെൻറ്റ് വഴി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താങ്കൾക്ക് താല്പര്യമുള്ള മാക്സിമം ഓപ്ഷൻസ് വെച്ചിട്ട് താല്പര്യമുള്ളത് മാത്രം ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ ഈ അധ്യയന വർഷം തന്നെ പ്രവേശനം നേടാനായിട്ട് സാധിക്കും. സ്വകാര്യ ആയുർവേദ കോളേജുകളിലുമൊക്കെ ധാരാളം സീറ്റുകൾ ഒഴിവുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഗ്രികൾച്ചറിന്, വെറ്റിനറിക്ക്, ആയുർവേദം, ഹോമിയോ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, എൻവയോൺമെൻറ്റൽ സയൻസ് എന്നീ വിഭാഗത്തിലൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട്. അപ്പോൾ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി കോഴ്സ് ഒക്കെ മനസ്സിലാക്കി മാക്സിമം ഓപ്ഷനുകൾ സമർപ്പിക്കുക. നിർബന്ധമായും ഈ നീറ്റ് 2025 ഒരു സീറ്റ് പ്രവേശനം നേടണമെന്ന് താല്പര്യമുള്ളവർ മാക്സിമം ഓപ്ഷൻസ് വെക്കുക. മറ്റുള്ളവരുടെ അവസരങ്ങൾ കളയാതിരിക്കുക. പോകുന്ന കോഴ്സും കോളേജും മാത്രം ഉൾപ്പെടുത്തുക. നീറ്റ് 2025 ഏതാണ്ട് 100% സീറ്റുകളും ഈ അലോട്ട്മെൻറ്റിലൂടെ ഫില്ല് ചെയ്യപ്പെടും. ഏതെങ്കിലും കാരണവശാൽ 1-2 സീറ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞിരിക്കുന്ന അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക്, ഈ പ്രാവശ്യം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതാത് കോളേജുകൾ സ്പോട്ട് അലോട്ട്മെൻറ്റിലൂടെ ആ സീറ്റുകൾ നികത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അലോട്ട്മെൻറ്റ് വഴി ലഭിക്കാനുള്ള അവസാന അവസരമാണ്. എല്ലാവരും കൃത്യമായിട്ട് ഈ അവസരം വിനിയോഗിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.